ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു അടിപൊളി പെൻ മേക്ക് ഓവറാണ്. ഈ കാണുന്ന വാട്ടർ കളറും പിന്നെ A4 ഷീറ്റും യൂസ് ചെയ്ത് നമ്മളൊരു പിക്ചർ വരയ്ക്കുന്നുണ്ട്. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ പെന്നെ നമ്മൾ മേക്ക് ഓവർ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഈ വാട്ടർ കളറും A4 ഷീറ്റും ഒക്കെ മിക്കവരുടെ കയ്യിലും കാണുന്ന ഒരു സാധനമാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പെൻ മേക്ക് ഓവറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കാം, എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫെദർ പെന്നാണ്, അതും പീകോക്ക് ഫെദർ പെൻ. അപ്പോൾ ഞാനിവിടെ A4 ഷീറ്റിൽ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിൻറ് ചെയ്തെടുക്കാം. വാട്ടർ കളർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പെയിൻറ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇനി വാട്ടർ കളർ ഇല്ലെങ്കിൽ സ്കെച്ച് പെന്നോ ആക്രിലിക് പെയിൻ്റ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അതാകുമ്പോൾ ഒന്നും കൂടി ഭംഗിയുണ്ടാവും ആക്രിലിക് പെയിൻ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ. പിന്നെ കളർ പേപ്പർ ഉണ്ടെങ്കിൽ ഈ കളേഴ്സ് യൂസ് ചെയ്യാം. പിന്നെ ക്രയോൺ ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. അപ്പോൾ ഈ ലൈറ്റ് ബ്ലൂ കളർ മാത്രം ഇതിലുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിന് പകരം ഞാൻ അതിൽ ആക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് പകരം നിങ്ങൾ സ്കെച്ച് പെന്നോ നേരത്തെ പറഞ്ഞ പോലെ സ്കെച്ച് പെന്നോ ക്രയോണോ എന്താണെന്ന് വെച്ചാൽ യൂസ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇൻഫോക്രാഫ്റ്റ് എന്നാണ് പേര്. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം കേട്ടോ. അപ്പോൾ പറ്റുന്നവരൊന്ന് കയറി നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മളിപ്പോൾ പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാണ്ട് ഞാൻ മുന്നത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നന്നായിട്ട് പടം വരയ്ക്കാനോ കളർ ചെയ്യാനോ ഒന്നും അറിയില്ല. പക്ഷേ ഒരുവിധം കുഴപ്പമില്ലാണ്ട് ചെയ്തെടുത്തു എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ചെയ്യാൻ കഴിയുന്നവർ ഇതിനെ നന്നായി വരച്ച് പെയിൻറ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സെയിം വലുപ്പത്തിൽ ഒരു വൈറ്റ് പേപ്പറും പിന്നെ ഒരു ഗ്രീൻ കളർ പേപ്പറും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ കളർ ഇല്ലെങ്കിൽ സെയിം ഇതുപോലെ തന്നെ വാട്ടർ കളർ യൂസ് ചെയ്തിട്ടൊന്ന് പെയിൻറ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ വൈറ്റ് കളർ പേപ്പർ നമ്മൾ ഇതിൻ്റെ പുറകിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ A4 ഷീറ്റാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഒരു കട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വൈറ്റ് കളർ പേപ്പർ ഇതിൻ്റെ ബാക്കിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി ഞാനിവിടെ ഒരു സാധാരണ പെൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ 3 രൂപയുടെ പെനില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ പേപ്പറിൽ ഒട്ടിച്ചു കൊടുക്കാം. ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത്. നന്നായിട്ട് തന്നെ ഒട്ടും കേട്ടോ. ഇനി ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ഈ ഗ്രീൻ കളർ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട്. നിങ്ങൾക്ക് 2 സൈഡും ഈ മയിൽപ്പീലി കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വേറൊരു പേപ്പറിലും കൂടി ഇതേപോലെ വരച്ച് പെയിൻറ് ചെയ്തെടുക്കുക സെയിം അളവിൽ. എന്നിട്ട് ഈ ഗ്രീൻ കളർ പേപ്പറിന് പകരം അത് കട്ട് ചെയ്ത് ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ 2 സൈഡിലും ഫെദറായിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ബാക്ക് സൈഡിൽ ഗ്രീൻ കളർ പേപ്പറാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പേപ്പറൊക്കെ ഒട്ടിച്ചിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗം കവർ ചെയ്യണം. അവിടെ ഞാൻ ഗ്രീൻ കളർ പേപ്പറാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രീൻ കളർ പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡൻ കളറൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്യുന്ന ഗ്ലിറ്റർ കളറുള്ള പേപ്പറൊക്കെ ഉണ്ടാവുമല്ലോ, ഗോൾഡൻ കളറുള്ള പേപ്പർ, അതൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം.
ഗ്രീൻ കളറായിരിക്കും കൂടുതൽ ഭംഗി. ഇനി ഇവിടെയായിട്ട് ഇത് ഡ്രസ്സുമ്മ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു പഴയ ബീഡ് പോലത്തെ ഒരു സാധനമാണ് കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പേൾസോ മാലമുത്തുകളോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഡ്രസ്സുമ്മഴൊക്കെ വർക്ക് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പെൻ മേക്ക് ഓവർ. ഇത് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ, നല്ല ഭംഗിയുണ്ട്. ഒരു വെറൈറ്റി പെൻ മേക്ക് ഓവർ ആയിട്ടുണ്ട്. മയിൽപ്പീലി പേന കാണാനൊക്കെ ഒരു നല്ലൊരു ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.